നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്ത. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതുമുഖങ്ങൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. നോർത്ത് കോട്ടച്ചേരിയിൽ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിക്കുമ്പോൾ കയ്യൂർ സമര ഇതിഹാസ സ്മരണകൾ ഉയർത്തിയൊരുക്കിയ നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായി. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീനാണ് അറസ്റ്റിലായത്. കുളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ നിന്ന് ചാടിപ്പോയ പുലിയെ കണ്ടെത്താനായില്ല. മയക്ക് വെടിവയ്ക്കുന്നതിനിടെ രക്ഷപ്പെട്ട പുലിക്കായി വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. അസോസിയേഷൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ടാക്സ് ഫോറം ഹാളിൽ നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേ വീട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. വാർത്തകൾ വിശദമായി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതുമുഖങ്ങൾ. MV ബാലകൃഷ്ണൻ ഉൾപ്പെടെ 7 പേരെ ഒഴിവാക്കി. 5 പേർ വനിതകളാണ്. പുതിയ കമ്മിറ്റിയിൽ 4 ഏരിയ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റിയോ സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് EP ജയരാജൻ്റെ അധ്യക്ഷതയിൽ ചേർന്നു. സഖാവ് രാജഗോപാലിനെ ഐകണ്ഠ്യേന ജില്ലാ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുത്ത് വിവരം കൂടി അറിയിക്കുക. വൈകുന്നേരം 4 മണിക്ക് പൊതുസമ്മേളനം മറ്റു കാര്യങ്ങൾ നടക്കുന്നതോടുകൂടിയാണ് സമ്മേളനം പൂർത്തീകരിക്കുന്നത്. ആമുഖമായി ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. പുതിയ ജില്ലാ കമ്മിറ്റിയെയും സംസ്ഥാന സമ്മേളന പ്രതിനിധികളെയും പുതിയ ജില്ലാ സെക്രട്ടറിയെയും തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. പുതിയ ജില്ലാ കമ്മിറ്റിയിൽ 36 അംഗങ്ങളാണ് ഉണ്ടാവേണ്ടത്. ആ 36 അംഗങ്ങളിൽ പഴയവരെന്നെ വെച്ച് ഒരു ജില്ലാ കമ്മിറ്റിക്ക് പോകാൻ സാധ്യമല്ല എന്ന് നിങ്ങൾക്കറിയാം. ഇവരെല്ലാം കഴിവുള്ളവർ തന്നെയാണ്. ദീർഘമേറിയ വർഷക്കാലം ഈ ജില്ലയിൽ വിവിധ തലങ്ങളിൽ സെക്രട്ടറിമാരായിട്ടും കമ്മിറ്റി മെമ്പർമാരായിട്ടും പ്രവർത്തിച്ച സഖാക്കളാണ്. അതിൽ പ്രധാനമായി 9 സഖാക്കളെയാണ് നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ഇത്തവണ ഒഴിവാക്കിയത്. പുതിയതായി ഈ 36 അംഗ ജില്ലാ കമ്മിറ്റിയിൽ പഴയ സഖാക്കളെ കൂടാതെ നമുക്കതിൻ്റെ ലിസ്റ്റൊക്കെ വേണമെങ്കിൽ എടുത്തു തരാൻ ഞാൻ പറയാം. നിലവിലുള്ള ജില്ലാ കമ്മിറ്റി അംഗങ്ങളിൽ നിന്ന് 9 പേരെ ഒഴിവാക്കി. പുതിയതായി മാധവൻ മണിയറ, രജീഷ് വെള്ളാട്ട്, ഷാലു മാത്യു ഇവരെല്ലാം ഏരിയ സെക്രട്ടറിമാരും DYFIയുടെ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിമാരുമാണ് പറഞ്ഞത്. PC സുബൈദ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നതാണ്. A മാധവൻ കാരെടുക്ക AC സെക്രട്ടറിയാണ്. EP മുഹമ്മദ് റാഫി നീലേശ്വരം മധുമുതിയേക്കാൽ ഉദുമ ഏരിയ സെക്രട്ടറിയാണ്. ഓമന ലാഭഞ്ചന്ദ്രൻ ബേടകത്താണ്. CA സുബൈർ കുമ്പള AC സെക്രട്ടറി. ഇങ്ങനെയുള്ള 9 പേരെയാണ് പുതിയതായി നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അങ്ങനെ 36 അംഗ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ ഐകകണ്ഠ്യേന സമ്മേളനം അംഗീകരിക്കുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ സംസ്ഥാന സമ്മേളന പ്രതിനിധികളായിട്ട് വേണ്ടത് 19 അംഗങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന തൊട്ട് ഉപരി സമ്മേളനങ്ങളിൽ പങ്കെടുക്കേണ്ട പ്രതിനിധികളെ നിശ്ചയിക്കുമ്പോൾ വർഗ ബഹുജന സംഘടനകളുടെ സംസ്ഥാന ജില്ലാ തലത്തിലൊക്കെ പ്രവർത്തിക്കുന്ന സഖാക്കളെ ഉൾപ്പെടുത്തണം എന്നുള്ള പൊതു മാനദണ്ഡമുണ്ട്. ആ വനിതകൾ ഉണ്ടാകണം എന്നുള്ള മാനദണ്ഡമുണ്ട്. ആ അടിസ്ഥാനത്തിൽ ജില്ലാ കമ്മിറ്റിയിൽ 4 വനിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാന സമ്മേളന പ്രതിനിധികളുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞ മാനദണ്ഡമനുസരിച്ചാണ് 19 അംഗ
സംസ്ഥാന സമ്മേളന പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റും വിശദമായിട്ട് നിങ്ങൾക്ക് നൽകാവുന്നു. ഇതിൻ്റെ പ്രത്യേകിച്ച് പി ജനാർദ്ദനൻ, രാജഗോപാലൻ, കെ വി കുഞ്ഞിരാമൻ, വി കെ രാജൻ, സാബു എബ്രഹാം, കെ ആർ ജയാനന്ദ, വി വി രമേശൻ, സി രാമചന്ദ്രൻ, എം രാജൻ, രജീഷ് വള്ളാട്ട്, ഒക്ലാവ് കൃഷ്ണൻ, കെ രാജമോഹനൻ, ടി എം എ കരീം, മാധവൻ കാറെടുക്ക, സി എ സുബീർ, കുഞ്ഞിക്കണ്ണൻ തൃക്കരിപ്പൂര്, ജി പത്മാവതി, എം സുമതി, പ്രവിശ്യ പ്രമോദ് ബാലസംഘത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ അനുജത്തിയാണ്. ഇത്രയും സഹാക്കളെയാണ് പ്രതിനിധികളായി തിരഞ്ഞെടുത്തത്. പാർട്ടിയുടെ സംഘടനാപരമായ കരുത്തും ഉയർന്ന രാഷ്ട്രീയ ബോധവും പ്രതിഫലിപ്പിക്കത്തക്ക രീതിയിലേക്കുള്ള സമ്പന്നമായ ചർച്ചയായിരുന്നു ഈ ജില്ലാ സമ്മേളനത്തിൽ നടന്നത്. ചിട്ടപ്പെടുത്തിയ വളരെ ചിട്ടയോടുകൂടി നടത്തിയ സമ്മേളനം എന്നുള്ള നിലക്ക് അതിൻ്റെ എല്ലാ ഗാംഭീര്യവും ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സമ്മേളനത്തിൻ്റെ സമാപനം കുറിച്ചുകൊണ്ടുള്ള റാലി ഇന്ന് വൈകിട്ട് നടക്കുകയാണ്. വളരെ വിപുലമായ വർദ്ധിത ജനപങ്കാളിത്തം റാലിയിൽ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മുടെ ജില്ലയിൽ തെക്കൻ മേഖലകളിൽ സുശക്തമായ ഇടത് പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള പ്രദേശങ്ങളുണ്ട്. വടക്കൻ മേഖലയിൽ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനം സജീവമായി പ്രവർത്തിക്കുന്നത്. ഇതര ജില്ലകളെ അപേക്ഷിച്ച് നമ്മുടെ ജില്ലക്കേറെ വ്യത്യസ്തതകളും സവിശേഷതകളുമുണ്ട്. 7ഓളം ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ്. അപ്പോൾ വരുന്ന നാളുകളിൽ എല്ലാ മേഖലയിലും എല്ലാ പ്രദേശങ്ങളിലും പാർട്ടിയെ മുന്നോട്ട് നയിക്കാനും ബഹുജനങ്ങൾക്കിടയിലെ വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനം ശക്തിപ്പെടുത്താനും പ്രാപ്തരായ നൂറുകണക്കിന് കേഡർമാരുണ്ടായാൽ മാത്രമേ നമുക്കിനിയും തെക്കൻ മേഖലകളിൽ ഉള്ളതുപോലെ തന്നെ വടക്കൻ മേഖലകളിലും ഏറ്റവും പ്രധാനപ്പെട്ട സുശക്തമായ പ്രസ്ഥാനമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM മാറാൻ വേണ്ടി കഴിയുള്ളൂ. അപ്പോൾ അതിനെല്ലാം സഹായകരമായ 33ഓളം ഭാവി പരിപാടികൾ ഈ സമ്മേളനം ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് ദൈനംദിന വിപ്ലവ രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ജില്ലയുടെ പിന്നോക്കാവസ്ഥയുടെ വിഷയം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. വിവിധ മേഖലകളിൽ നമ്മുടെ സാധ്യതകളും പരിമിതികളും കണ്ടെത്തി ജില്ലയുടെ വികസന പ്രവർത്തനങ്ങളായാലും മറ്റു കാര്യങ്ങളായാലും ഏറ്റവും സജീവമായി ഇടപെടുന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് CPIM വരും നാളുകളിലും ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇത്തരം ഭാവി പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും നിർണായകമായ സഹായവും പിന്തുണയും പിൻബലവും എല്ലാം വേണ്ടത് മാധ്യമ സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നാണ്. ആ സഹായവും സഹകരണവും പിന്തുണയും പിൻബലവും എല്ലാം പ്രതീക്ഷിക്കുക. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. നോർത്ത് കോട്ടച്ചേരിയിൽ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് നോർത്ത് കോട്ടച്ചേരിയിൽ നടന്ന പൊതുസമ്മേളനത്തോടെ സമാപനമായി. പ്രത്യേകം തയ്യാറാക്കിയ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന സമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ മനുഷ്യന് വേണ്ടിയുള്ള ആ പ്രവർത്തനത്തിന്റെ വിവിധങ്ങളായ അനുഭവങ്ങളെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഈ സമ്മേളനം 24ാം ദേശീയ സമ്മേളനം നടക്കുന്ന ചരിത്ര സന്ദർഭം വളരെ വ്യത്യസ്തതകളുള്ള പ്രയാസങ്ങളുള്ള ഒരു കാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും തീവ്രമായ വലതുപക്ഷ ചേരിയായ സംഘപരിവാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJP കഴിഞ്ഞ 10 വർഷമായി അധികാരത്തിലിരുന്ന് വീണ്ടും അധികാരത്തിലേക്ക് എത്തി കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയാണെങ്കിലും അധികാരത്തിൽ തുടരുകയാണ്. അതിന്റെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. BJP നൽകിയ അനുഭവങ്ങളല്ല, അതിനു മുമ്പുള്ള കോൺഗ്രസ് ഭരണം നൽകിയ അനുഭവങ്ങളല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രാഥമികമായ ചെറിയ അധികാരമുള്ള കേരളത്തിൽ നമുക്കുള്ളത്. ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഈ സംസ്ഥാനത്ത് ഇഷ്ടപ്പെടുന്ന പാർട്ടിയാണ് CPIM. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ വിശ്വാസം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിയാണ് CPIM. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് കടന്നു വന്ന വഴികൾ, അതിന്റെ ഏറ്റവും വലിയ സവിശേഷത നാം ജീവിക്കുന്ന സമ്പന്നരും പാവങ്ങളും എല്ലാമുള്ള മുതലാളിത്ത ഘടന വലുതോതിൽ പ്രാവർത്തികമാക്കിയ ഒരു സമൂഹഘടനയിൽ ഒരു സംസ്ഥാനത്ത് കിട്ടുന്ന അധികാരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളെ എങ്ങനെ സഹായിക്കാമെന്ന് തെളിയിച്ച പാർട്ടിയാണ് കേരളത്തിലെ CPIM.
1,00,000-ഓളം പ്രവർത്തകർ പൊതുയോഗത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ചുവപ്പു സേനയുടെ മാർച്ച് അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ചു. ചെറുപ്രകടനമായാണ് പ്രവർത്തകർ പൊതുസമ്മേളന നഗരിയിലേക്ക് എത്തിയത്. ജില്ലാ സംസ്ഥാന നേതാക്കൾക്ക് പുറമെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിക്കുമ്പോൾ കയ്യൂർ സമര ഇതിഹാസ സ്മരണകൾ ഉയർത്തിയൊരുക്കിയ നിശ്ചല ദൃശ്യങ്ങളാണ് സമ്മേളന നഗരിയിലെത്തിയ ഏവരെയും പ്രധാനമായും ആകർഷിച്ചത്. മാവുങ്കാൽ റോഡിലുള്ള പഴയ കെട്ടിടത്തിനെ ജയിലറകളാക്കി രൂപപ്പെടുത്തിയാണ് ദൃശ്യമൊരുക്കിയത്. ഞങ്ങളുടെ പ്രതിനിധി ബാലകൃഷ്ണൻ പകർത്തിയ മനോഹര ദൃശ്യങ്ങൾ കാണാം. നേരിനു വേണ്ടി കിടന്നമർന്നു പോയവർ അധർമ്മത്തിന്റെ തൂക്കുകയറിന് മുന്നിലും കുന്തമുനുകൾക്ക് നടുവിലും ഉശിരോടെ മുഷ്ടി ചുരുട്ടി നിന്നവർ ചെറുനിറം കൊണ്ടൊരു നാടിന്റെ കിനാക്കളെ ചെന്താരമാക്കാൻ ജീവൻ പകരമായി കൊടുത്തവർ വെട്ടേറ്റ് വീഴുന്ന ശിരസുകളിൽ ഒരു നാടിന്റെ വിമോചന മുദ്രാവാക്യം എഴുതി ചേർത്തവരുടെ പൂർവ്വ പാരമ്പര്യമുള്ളപ്പോൾ തകരാതെ ഉയരു കാണിച്ച് മുന്നിൽ നിന്നത് അവർ രക്തസാക്ഷികൾ. മാനവികതയുടെ കൊടിയടയാളം ഈ മണ്ണിൽ ഉറപ്പിക്കാൻ ജീവൻ കൊടുത്ത് പതിയിരുന്ന ക്രമിക്കുന്ന വേട്ടപ്പട്ടികളുടെ കഠാരമുനുകളിൽ പൊളിഞ്ഞുപോയ രക്തനക്ഷത്രങ്ങൾ. അവർ വെറുതെ നടന്നുപോയവരല്ല, പാതവെട്ടി ശോണിച്ച സ്വപ്നങ്ങൾ ഈ മണ്ണിന്റെ നെഞ്ചകത്ത് യാഥാർത്ഥ്യമാക്കാൻ ജന്മം കൊടുത്ത മാതാപിതാക്കൾക്ക് കണ്ണീര് സമർപ്പിക്കേണ്ടി വന്നപ്പോഴും നാടേറ്റുവിളിച്ച ഈ ഗുലാബിന്റെ ധ്വനിപ്പെടലുകളിൽ കമ്മ്യൂണിസത്തിന്റെ ശക്തി പേടകം തുറക്കാൻ ജീവൻ നൽകിയ ധീരൻ. CPIMന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി വ്യത്യസ്തവും വൈവിധ്യങ്ങളുമായ ഒരുപാട് പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നു വന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ ഇതിന്റെ സംഘാടക സമിതി ആദ്യഘട്ടത്തിൽ ആലോചിക്കുമ്പോൾ നമ്മുടെ കാസർഗോഡിന്റെ ചരിത്രത്തെ സംബന്ധിച്ച് വളരെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ചില പ്രചരണ ശില്പങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കണം എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ടാണ് പ്രതിനിധി സമ്മേളനം നടക്കുന്ന ഹാളിന് തൊട്ടടുത്തുള്ള പഴയ SBI കെട്ടിടത്തിന്റെ മുമ്പിലുള്ള പഴകിയ കെട്ടിടത്തിൽ കയ്യൂർ സമരത്തിന്റെ ഓർമ്മകൾ ഇരമ്പുന്ന ആശയം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആർട്ട് വർക്ക് നടത്തണം എന്നാലോചിക്കുകയും കോഴിക്കോട് ജില്ലയിലെ പന്തിരങ്കാവിലെ പരാഗ് പന്തിരങ്കാവ് എന്ന ആർട്ടിസ്റ്റിനെ സമീപിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 3 ദിവസം പൂർണ്ണമായും സമയമെടുത്തുകൊണ്ടാണ് കയ്യൂർ സമരത്തിന്റെ ആവേശം ഉൾക്കൊള്ളുന്ന ചരിത്ര ഏടുകൾ അതിന്റെ റെക്കോർഡിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തി ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഏറ്റവും ആകർഷണീയമായ നിലയിൽ അത് നിർമ്മിക്കുന്നതിന് വേണ്ടി പരാഗിനും അദ്ദേഹത്തിന്റെ സഹായികൾക്കും സാധിച്ചിട്ടുണ്ട്. ഇത് കാണുന്ന ഓരോ ആളുകളുടെ ഇടയിലും 1941 ഒക്കെ നടന്നിട്ടുള്ള കയ്യൂർ സമരം, 43 സഖാക്കൾ തൂക്കിലേറ്റപ്പെട്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിന് ശേഷം കർഷക സംഘം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള ഐതിഹാസികമായ കർഷക സമരങ്ങൾ ഈ നാട്ടിനകത്തെ ഓരോ ആളുകളെയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഇത്തരം ശില്പങ്ങളിലൂടെ പാർട്ടി സമ്മേളനങ്ങൾ ഉദ്ദേശിക്കുന്നത്. സഖാക്കളുടെ ചോരയിൽ
കയ്യൂർ സഖാക്കളുടെ ചോരയിൽ പുന്നപ്രവയലാറിലെ സമരഭൂമിയിൽ നിന്നുമുയർത്തെഴുന്നേറ്റട്ടെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണിൽ. കയ്യൂർ സഖാക്കളുടെ ചോരയിൽ പുന്നപ്രവയലാറിലെ സമരഭൂമിയിൽ നിന്നുമുയർത്തെഴുന്നേറ്റട്ടെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണിൽ. കൽത്തുറുങ്കുകളിൽ കഴുമരച്ചില്ലയിൽ രക്തപുഷ്പങ്ങളായി പൊട്ടിവിരിഞ്ഞവർ. കൽത്തുറുങ്കുകളിൽ കഴുമരച്ചില്ലയിൽ രക്തപുഷ്പങ്ങളായി പൊട്ടിവിരിഞ്ഞവർ. അവരുടെ ജീവനിൽ നുതിത്തെളിക്കറ്റ സിരകളിൽ തളരാത്ത വർഗബോധം. അവരുടെ ജീവനിൽ നുതിത്തെളിക്കറ്റ സിരകളിൽ തളരാത്ത വർഗബോധം. ചുടലുകൾ തകർത്തു ജനകോടികൾ നവ സൂര്യോദയത്തിനു കാത്തു നിൽക്കേ. ചുടലുകൾ തകർത്തു ജനകോടികൾ നവ സൂര്യോദയത്തിനു കാത്തു നിൽക്കേ. കയ്യൂരിലെ ചോരച്ചെമ്പരത്തിപ്പൂക്കൾ വിടരട്ടെ ഹിമശൈലങ്ങളിൽ. കയ്യൂരിലെ ചോരച്ചെമ്പരത്തിപ്പൂക്കൾ വിടരട്ടെ ഹിമശൈലങ്ങളിൽ. സിന്ധുഗംഗാ തീരങ്ങളിൽ സിന്ധുഗംഗാ തീരങ്ങളിൽ. കയ്യൂർ സഖാക്കളുടെ ചോരയിൽ പുന്നപ്രവയലാറിലെ സമരഭൂമിയിൽ നിന്നുമുയർത്തെഴുന്നേൽക്കട്ടെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണിൽ. കയ്യൂർ സഖാക്കളുടെ ചോരയിൽ പുന്നപ്രവയലാറിലെ സമരഭൂമിയിൽ നിന്നുമുയർത്തെഴുന്നേൽക്കട്ടെ സ്വാതന്ത്ര്യ സംഗീത മന്ത്രമീ മണ്ണിൽ. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീനാണ് അറസ്റ്റിലായത്. ഗൂഢാലോചനയിലടക്കം ഇയാൾ പങ്കാളിയാണെന്ന അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. ഇതോടെ കേസിൽ ജിന്നുമ്മ എന്ന ഷമീന അടക്കം 5 പേർ അറസ്റ്റിലായി. പ്രവാസി വ്യവസായി പൂച്ചക്കാട് സ്വദേശി MC അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കൊലപാതകം ഒരാൾ കൂടി അറസ്റ്റിലായി. പൂച്ചക്കാട് ബിസ്മില്ല റോഡിലെ PS സൈഫുദ്ദീൻ ബാദുഷയെയാണ് ഡിവൈഎസ്പി KG ജോൺസന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഗഫൂർ ഹാജി വധക്കേസിൽ 7 പ്രതികളിൽ 5 പേർ അറസ്റ്റിലായി. കേസിൽ പ്രതി ചേർക്കപ്പെട്ട 2 പേർ വിദേശത്ത് കടന്നിരുന്നു. ഇവരെ നാട്ടിലെത്തിക്കാനുള്ള നടപടി അന്വേഷണ സംഘം ആരംഭിച്ചു. 2023 ഏപ്രിൽ 14-നാണ് അബ്ദുൾ ഗഫൂർ ഹാജിയെ പൂച്ചക്കാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന മന്ത്രവാദിനി മങ്ങാട് സ്വദേശി KH ഷമീന, ആൺസുഹൃത്ത് ഉളിയത്തടുക്ക സ്വദേശി ഉബൈസ്, പൂച്ചക്കാട്ട് സ്വദേശി
അസ്നിഫ, കൊല്ലിയ സ്വദേശി എന്നിവരാണ് കേസിൽ നേരത്തെ അറസ്റ്റിലായത്. സ്വർണം ഇരട്ടിപ്പിച്ച് നൽകാമെന്ന് പറഞ്ഞ അബ്ദുൾ ഗഫൂർ ഹാജിയുടെ കയ്യിൽ നിന്ന് 596 പവൻ സ്വർണം പ്രതികൾ കൈക്കലാക്കിയിരുന്നു. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതി പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂറിന്റെ വീട്ടിലെത്തി തല ചുമരിലിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ്. പാത്തൂട്ടി എന്ന പേരിൽ ഉണ്ടാക്കിയ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയായിരുന്നു ജിന്നുമയുടെയും സംഘത്തിന്റെയും പരസ്പരമുള്ള ആശയവിനിമയം. ഗഫൂർ ഹാജി കൊലപാതകത്തിന് മുമ്പും ശേഷവും ഈ ഗ്രൂപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 8 പേരാണ് ഗ്രൂപ്പിലുള്ളത്. ഗൾഫിലായിരുന്ന അബ്ദുൾ ഗഫൂർ ഹാജിയെ ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞാണ് ജിന്നുമ വിളിച്ചു വരുത്തുന്നത്. ഇത് സംബന്ധിച്ച ചാറ്റുകളും കണ്ടെത്തിയിരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മന്ത്രവാദം നടത്തുമ്പോൾ മന്ത്രിച്ചു നൽകുന്ന തകിടുകൾ ബംഗളൂരുവിൽ നിന്ന് വലിയ തോതിൽ വാങ്ങിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Vivah by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്. ഹൈഡ്ര ഫേഷ്യൽ, മെഡി ഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജ്വല്ലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028.
വാർത്തകൾ തുടരുന്നു. കുളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ നിന്ന് ചാടിപ്പോയ പുലിയെ കണ്ടെത്താനായില്ല. മയക്കുവെടി വയ്ക്കുന്നതിനിടെ രക്ഷപ്പെട്ട പുലിക്കായി വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനാകാത്തതിൽ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. കൊളത്തൂർ വില്ലേജിലെ മടന്തക്കോട് പാറമടക്കുള്ളിൽ കുടുങ്ങിയ പുലിയെ ഇനിയും പിടികൂടാനായില്ല. കഴിഞ്ഞ ദിവസം പുലർച്ചെ 3 മണിക്ക് മയക്കുവെടി വയ്ക്കാനുള്ള ശ്രമത്തിനിടെയാണ് പുലി രക്ഷപ്പെട്ടത്. പ്രദേശത്ത് രാവിലെ കനത്ത മൂടൽമഞ്ഞു കാരണം വെളിച്ചം വന്നതിനു ശേഷമാണ് തിരച്ചിൽ പുനരാരംഭിക്കാനായത്. ബുധനാഴ്ച വൈകിട്ടാണ് ചാളക്കാട് മടന്തക്കോട്ടെ കൃഷ്ണന്റെ കൗങ്ങിൻ തോട്ടത്തിന് സമീപമുള്ള പാറക്കെട്ടുകൾക്കിടയിലെ മാളത്തിൽ പുലിയെ കണ്ടെത്തിയത്. മാളത്തിനുള്ളിൽ നിന്നുള്ള ഗർജനം കേട്ടാണ് വീട്ടുകാർ വിവരമറിഞ്ഞത്. പ്രദേശത്ത് നിരന്തരം പുലിയെ കാണാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. കൊളത്തൂരിലും പരിസര പ്രദേശങ്ങളിലും 2 ആഴ്ചയിലേറെയായി പുലി ഭീഷണി നിലനിൽക്കുകയാണ്. വനംവകുപ്പ് സംഘം മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി കൊളത്തൂർ, കരക്കയടുക്കം, ചളക്കാട്, വരിക്കുളം, പാവിക്കരയടുക്കം തുടങ്ങിയ പ്രദേശങ്ങളിൽ പുലി ഭീഷണിയുണ്ട്. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. അസോസിയേഷൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ടാക്സ് ഫോറം ഹാളിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറവങ്കര ഉദ്ഘാടനം ചെയ്തു. നികുതി വകുപ്പുകൾക്കൊപ്പം സേവനദാതാക്കളായി സ്തുത്യർഹമായ സേവനം നടത്തുന്ന ടാക്സ് പ്രാക്ടീഷണേഴ്സിന്റെ സംഘടനയായ അസോസിയേഷൻ ഓഫ് ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം നടന്നു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ശ്യാം പ്രസാദ് പുറവങ്കര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ അസോസിയേഷൻ ഇന്ന് ഒരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അസോസിയേഷൻ മാത്രമല്ല, ലോകം തന്നെ ഒരു അനിശ്ചിതത്വത്തിലാണ് എന്നുള്ളത്. എന്തും ഏതും എപ്പോഴും സംഭവിക്കാം എന്നുള്ള രീതിയിലുള്ള ഒരു അനുഭവങ്ങളാണ് നമുക്ക് ഏവർക്കും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ പണ്ടൊക്കെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഒരുപാട് നാൾ ദുഃഖം, അതുപോലെ സങ്കടം, അതുപോലെ നമ്മൾ പ്രതികരണവും എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവാം. ഇന്ന് നമ്മളെല്ലാം എക്സ്പെക്ട് ചെയ്യുന്നു. വി ആർ എക്സ്പെക്ടിങ് ദി അൺഎക്സ്പെക്റ്റഡ് ഓൾവേസ്. നമ്മൾ പ്രതീക്ഷിക്കാനാവാത്ത പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു. നമ്മളെല്ലാം നെഗറ്റീവായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ മുമ്പിൽ കാണുന്ന എല്ലാം നമുക്ക് നെഗറ്റീവായിട്ടാണ്. ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് മുൻപ് പണ്ഡിറ്റ്ജി പറഞ്ഞതുപോലെ സഹവർത്തിത്വമില്ലെങ്കിൽ സർവനാശം. അതിൽ യാതൊരു സംശയവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബോണ്ടേജ്, ആ എന്താ പറയുക, ആ കെട്ടുറപ്പുള്ള ഒരു ബന്ധങ്ങൾ നമ്മൾ തമ്മിൽ ഉണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ ഈ സാഹചര്യത്തിൽ എക്സിസ്റ്റൻസ് ഉള്ളൂ. മാതൃകാപരമായ പ്രവർത്തനം കൊണ്ടും ലാളിത്യം കൊണ്ടും ജനവിഭാഗങ്ങൾക്ക് അർഹിക്കുന്ന സേവനം നൽകിയും അർഹിക്കുന്ന നിയമപരമായ ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കാൻ അക്ഷീണം പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനമൊഴിയുന്ന താലൂക്ക് പ്രസിഡന്റ് ശിവാനന്ദൻ കെ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ മനോജ് കുമാർ, സുരേഷ് ബാബു KV, യതീഷ് പ്രഭു, സുനിൽകുമാർ TD എന്നിവർ സംസാരിച്ചു. മുൻ നോർത്ത് സോൺ പ്രസിഡന്റ് സുരേഷ് ബാബു KV പുതിയ ഭാരവാഹികളുടെ പാനൽ അവതരിപ്പിച്ചു. താലൂക്ക് സെക്രട്ടറി മിറാഷ് കക്കാടൻ സ്വാഗതവും ആശിഷ് നന്ദിയും പറഞ്ഞു. വരുന്ന 2 വർഷങ്ങളിലേക്ക് താലൂക്ക് പ്രസിഡന്റായി വത്സലയെയും സെക്രട്ടറിയായി മിറാഷ് കക്കാടനെയും തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികൾ വരുന്ന 25-ന് നടക്കുന്ന ഔദ്യോഗിക ചടങ്ങിൽ വെച്ച് അധികാരമേൽക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേവീട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേവീട് തറവാട് കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. ആര്യക്കര ഭഗവതി, പൊട്ടൻ തെയ്യം, ചാമുണ്ടിയമ്മ, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി.
തെയ്യക്കോലങ്ങളുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാൻ നിരവധി ഭക്തരാണ് കളിയാട്ട സന്നിധിയിൽ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എഴുത്തുകാരനും കലാപ്രവർത്തകനും അധ്യാപകനുമായ വാസു ചേറോടിന്റെ 1ാം ചരമവാർഷികാചരണത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വാസു ചേറോട് സ്മൃതി കലാ സാംസ്കാരിക പുരസ്കാരം പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ വി ശശിക്ക് ഫെബ്രുവരി 9 സമ്മാനിക്കും. പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിലാണ് പുരസ്കാര വിതരണം നടത്തുക. ഗ്രന്ഥശാല സംഘം, പുരോഗമന കലാസാഹിത്യ സംഘം തുടങ്ങിയ പ്രസ്ഥാനങ്ങളുടെ നേതൃനിരയിൽ പ്രവർത്തിച്ച നാടകകൃത്ത് കൂടിയായ വാസു ചോറോടിന്റെ നാമധേയത്തിൽ ഏർപ്പെടുത്തിയ അവാർഡ് പ്രമുഖ നാടക സംവിധായകനും അഭിനേതാവുമായ വി ശശിക്ക് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സംഘടനാ സെക്രട്ടറി MK മനോഹരൻ സമർപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 10,000 രൂപയും ഫലകവും അടങ്ങുന്നതാണ് വാസു ചോറോട് സ്മൃതി പുരസ്കാരം. ഫെബ്രുവരി 9 വൈകുന്നേരം പുരോഗമന കലാസാഹിത്യ സംഘം കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ചെറുവത്തൂർ EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ EP രാജഗോപാലൻ പ്രഭാഷണം നടത്തും. ജയചന്ദ്രൻ കുട്ടമത്ത് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തും. കലയും സമൂഹവും എന്ന വിഷയത്തിൽ ഗായത്രി വർഷ പ്രഭാഷണം നടത്തും. അനുസ്മരണ സമ്മേളനത്തിന് മുന്നോടിയായി വാസു ചോറോടിന്റെ റിസറക്ഷന്റെ റീഡിംഗ് തിയേറ്റർ അവതരണം നടക്കും. വി ശശിയുടെ സംവിധാനത്തിൽ സംഘം പയ്യന്നൂർ അവതരിപ്പിക്കുന്ന ആർട്ടിക്കിൾ 000 അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ N രവീന്ദ്രൻ, KK നായർ, രഞ്ജിത്ത് ഓരി, മനോജ് പട്ടോളി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റൂ? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിവിനിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്ര
യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors. അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബിഗ് മാൾ കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് റെയിൽവേ സ്റ്റേഷൻ റോഡ് കോട്ടച്ചേരി, ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ് പരപ്പ, ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ് മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. പുല്ലൂർ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ പ്രേം നസീർ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും 9-ന് നടക്കും. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം ചെയ്യും. മലയാള സിനിമയിലെ അനശ്വര നടൻ പ്രേം നസീറിന്റെ പേരിൽ പ്രേം നസീർ ഇതിഹാസം കൾച്ചറൽ ഫാൻസ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കലാകൺമണി പുരസ്കാരത്തിന് സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ അർഹനായി. അരനൂറ്റാണ്ട് കാലത്തെ അദ്ദേഹത്തിന്റെ സംഗീത സപ്പര്യ പരിഗണിച്ചാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. 10,000 രൂപയും ശില്പവുമാണ് പുരസ്കാരമായി നൽകുക. 9-ന് രാവിലെ പുല്ലൂർ വണ്ണാർവയലിലെ അഡ്വക്കേറ്റ് പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു MLA പുരസ്കാരം സമ്മാനിക്കും. ചടങ്ങിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഇടവാ സാഗർ അനുസ്മരണ പ്രഭാഷണം നടത്തും. പ്രശസ്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മെഡൽ നേടിയ വി സുധീർ ബാബു, വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളായ ദർശൻ എസ് നമ്പ്യാർ, നിരഞ്ജൻ മാടിക്കാൽ എന്നിവരെ അനുമോദിക്കും. തുടർന്ന് പ്രേം നസീർ അഭിനയിച്ച സിനിമകളെ കോർത്തിണക്കിയ അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ജീവിതത്തിന്റെ ദൃശ്യവിരുന്ന് പ്രദർശിപ്പിക്കും. ഉച്ചയ്ക്ക് 2:30 മുതൽ പ്രേം നസീർ സിനിമകളിലെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി നീലാംബരി മ്യൂസിക് ക്ലബിന്റെ നേതൃത്വത്തിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള 25ഓളം ഗായകർ ഗാനാർച്ചന നടത്തും. വൈകിട്ട് മടിക്കൈ നാദക്കൂട്ട് കഴകത്തിലെ വനിതാ കൂട്ടായ്മ പൂരക്കളി അവതരിപ്പിക്കും. കാരണം ഭിക്ഷക്കാരൻ മുതൽ ചക്രവർത്തി, പിന്നെ പുരാണ കഥാപാത്രങ്ങൾ നമ്മൾ പറയുന്ന ഗൗതമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ഇന്ദ്രൻ, ശിവൻ, ഇങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും അഭിനയിച്ച ഒരേ ഒരു അത്ഭുത പ്രതിഭാസം തന്നെയാണ് ശ്രീ. സാധാരണ ഗതിയിൽ ഒരു നാടൻ കണ്ടോ അല്ലെങ്കിൽ ഒരു കലാകാരനോ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഒരു 1-2 വർഷങ്ങൾ കഴിയുമ്പോൾ കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രേം നസീർ ഇതിഹാസം കൾച്ചറൽ ഫാൻസ് അസോസിയേഷൻ രക്ഷാധികാരി പി സുന്ദരൻ, സംസ്ഥാന പ്രസിഡന്റ് ഇടവാ സാഗർ, സുരേന്ദ്രൻ കേളൂത്ത്, പത്മനാഭൻ പടിഞ്ഞാറേ വീട്, നാരായണൻ മാടിക്കാൽ, അനിൽ പുളിക്കാൽ, രാജൻ വിഷ്ണുമംഗലം, PV ശ്യാമള, വിജയൻ സുവർണമൊട്ട, വി രാജകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു. ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ നേടിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം ജില്ലയിലെത്തുന്നത്. കാഞ്ഞങ്ങാട് ഐഷാൽ മെഡിസിറ്റിയിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ഫിസിയോതെറാപ്പി ആൻഡ് ന്യൂറോ റീഹാബിലിറ്റേഷൻ സെന്റർ തുറന്നു. ഫുട്ബോൾ താരം പത്മശ്രീ IM വിജയൻ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ നേടിയ ശേഷം ആദ്യമായാണ് അദ്ദേഹം ജില്ലയിലെത്തുന്നത്. ഹോസ്പിറ്റലിന് ഫിസിയോ ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ഫിസിയോണ്. നമ്മളൊക്കെ കളിക്കുന്ന സമയത്ത് ഞാനൊരു 3-4 ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. നീ ചെയ്തിട്ടുണ്ടോ? അതും ചെയ്യുന്നുണ്ട്. പക്ഷെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ കൊടുക്കുന്നത് ഫിസിയോൻ്റെ അടുത്താണ്. ഞങ്ങളെ മാക്സിമം ഫിറ്റ് ആക്കുന്നത് ഫിസിയോണ്. കാരണം അവർ എക്സസൈസും മുട്ട് മടക്ക് ഞങ്ങളൊക്കെ ഹീറോളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഫിസിയോൻ്റെ 1 ആഴ്ച കഴിഞ്ഞാൽ ഫിസിയോൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ എക്സസൈസ് കൊണ്ടാണ് ഞങ്ങൾക്ക് പിന്നെയും കളിക്കാൻ പറ്റണത്. ഫിസിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മുടെ അവിടെ മാത്രമാണ് ഫിസിയോ എന്ന് പറഞ്ഞത്. പുറത്തൊക്കെ ഡോക്ടർ എന്ന് തന്നെ പറയില്ല നിങ്ങളെ. കാരണം എൻ്റെ മോളും ഫിസിയോതെറാപ്പിസ്റ്റാണ്.
അതിനെ പോലെ പഠിച്ച് പിന്നെ JDT കോഴിക്കോട് പഠിച്ച് പിന്നെ ഇക്കാരെ പോലെ ഒരാൾ ഇത്രയും നല്ലൊരു ഹോസ്പിറ്റലിൽ ഇവിടെ കൊണ്ടു നടക്കണം. ഞാൻ പറഞ്ഞായിട്ടുണ്ട് പിന്നെ ഇവിടെ പാവങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരാളാണ്. അത് ഇക്കയെ പോലുള്ള ഇക്കൻ്റെ ബാപ്പയും നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ട് എല്ലാവർക്കും ഭയങ്കര സഹായം ചെയ്യുന്ന ഒരാളാണ്. അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഫിസിയോതെറാപ്പി സെന്ററാണ് ഐഷാൽ മെഡിസിറ്റിയിൽ പ്രത്യേകമായി തയ്യാറാക്കിയത്. ഹോം കെയർ പാലിയേറ്റീവ് വെഹിക്കിളിന്റെ ഫ്ളാഗ് ഓഫ് കാഞ്ഞങ്ങാട് നഗരസഭാ അധ്യക്ഷ KV സുജാതയും നിർവഹിച്ചു. വിജയൻ, നമ്മുടെ ഫുട്ബോൾ താരങ്ങളായിട്ടുള്ള സുരേഷ്, അതുപോലെ റാഫി, മെട്രോ മുജീബ്, മറ്റ് ഡോക്ടർമാർ, പ്രിയപ്പെട്ട ഐഷാൽ കുടുംബാംഗങ്ങളെ, എന്തായാലും വളരെ സന്തോഷമുണ്ട്. ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു വേദി. കാരണം ഇവിടെ എന്നോട് ചോദിച്ചു, എനിക്ക് ഫുട്ബോളുമായിട്ട് ഒരു ബന്ധമില്ലാത്തതാണ് ഞാൻ. എന്തായാലും ഫുട്ബോളുമായി ഒരു ബന്ധമില്ലാത്ത ഞാൻ പ്രശസ്തരായിട്ടുള്ള ഇന്ത്യ തന്നെ ആദരിക്കുന്ന അല്ലെങ്കിൽ ലോകം തന്നെ ആദരിക്കുന്ന തരത്തിലുള്ള കളിക്കാരുമായി വേദി പങ്കിടുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു അവസരമാണ്. വീടുകളിലെത്തി ഹോം കെയർ സേവനം നൽകുന്ന പദ്ധതിയാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറിയായി M രാജഗോപാലൻ MLA തെരഞ്ഞെടുത്തു. ജില്ലാ കമ്മിറ്റിയിൽ 9 പേർ പുതുമുഖങ്ങൾ. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് സമാപനം. നോർത്ത് കോട്ടച്ചേരിയിൽ സീതാറാം യെച്ചൂരി, കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ നടന്ന പൊതുസമ്മേളനം പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM കാസർഗോഡ് ജില്ലാ സമ്മേളനം കാഞ്ഞങ്ങാട്ട് സമാപിക്കുമ്പോൾ കയ്യൂർ സമര ഇതിഹാസ സ്മരണകൾ ഉയർത്തിയൊരുക്കിയ നിശ്ചല ദൃശ്യം ശ്രദ്ധേയമായി. കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗഫൂർ ഹാജി വധക്കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. പൂച്ചക്കാട് സ്വദേശി സൈഫുദ്ദീനാണ് അറസ്റ്റിലായത്. കുളത്തൂർ മടന്തക്കോട് തുരങ്കത്തിൽ നിന്ന് ചാടിപ്പോയ പുലിയെ കണ്ടെത്താനായില്ല. മയക്ക് വെടിവയ്ക്കുന്നതിനിടെ രക്ഷപ്പെട്ട പുലിക്കായി വനം വകുപ്പ് തിരച്ചിൽ ഊർജിതമാക്കി. അസോസിയേഷൻ ടാക്സ് പ്രാക്ടീഷണേഴ്സ് ഹോസ്ദുർഗ് താലൂക്ക് സമ്മേളനം ടാക്സ് ഫോറം ഹാളിൽ നടന്നു. കാഞ്ഞങ്ങാട് കടപ്പുറം വടക്കേവീട് തറവാട് കളിയാട്ട മഹോത്സവം നടന്നു. വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.